ആ പറഞ്ഞോളൂ. അവള് വല്ലതും പറഞ്ഞു കൊടുത്താ എല്ലാം പിന്നെ അതോടെ തീരും. മെല്ലെ വിളിച്ചോണ്ട് വാ. നീ ചെല്ല്, ഞാൻ പോയി സംശയിക്കും. എന്നാ ശരി. എന്താ കലേ? എനിക്ക് മുരളിയേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം. ചേട്ടനെ അവിടേക്ക് വിളിക്കുന്നുണ്ട്. ചേട്ടനോട് വല്ലതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നിന്നുണ്ടല്ലോ, പിന്നെ കല്യാണം നടക്കില്ല. അവരുടെ കല്യാണം മാത്രമല്ല, നമ്മുടെ കല്യാണം കൂടി നടന്നില്ലാന്ന് വരും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് കല്യാണം മുടങ്ങിയാലുണ്ടല്ലോ, പിന്നെ നിനക്ക് എൻ്റെ വേറൊരു മുഖം കാണേണ്ടി വരും. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് അച്ഛൻ ആരാണെന്ന് പറയാനായിട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ പറയുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ എന്നെ നിയന്ത്രിക്കാനായിട്ട് ചിലപ്പോൾ നിനക്ക് പറ്റിയെന്ന് വരില്ല. നടക്ക. എന്തുപറ്റിക്കലേ? നീ അവിടെ വെച്ച് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്നുമില്ല മുരളിയേട്ട. മുരളിയേട്ടൻ കാരണം ഇന്നീ കല്യാണം നടക്കുന്നത്. അതുകൊണ്ട് ഒരു നന്ദി പറയാന്ന് കരുതി. എന്നാ ശരി, വന്നോളൂ, അകത്തേക്ക് പോ. അമ്മാവ, കുറച്ചുകൂടെ വിറകെടുത്ത് തരുമോ? ശരി മോളെ. എന്തൊക്കെ കാണണോ എൻ്റെ ഭഗവാനെ. അമ്പലത്തിൻ്റെ അടുത്ത് വന്ന് കുടിച്ചിട്ട് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? കലികാല വൈഭവം, അല്ല എന്താ പറയുക. എടാ ശങ്കര, എടാ നിന്നെ ആരാടാ ഈ കെട്ടിയിട്ടത്? ആരാടാ ഇങ്ങനെയൊക്കെ ചെയ്തത്? മോളെ പൗർണമി, ഇത്തിരി വെള്ളം ഇങ്ങോട്ട് വന്നേ മോളെ. വേഗം വാ മോളെ. എന്താടാ, എന്താ ഉണ്ടായേ? പറയടാ മോളെ, വേഗം വെള്ളം എടുത്തിട്ട് വാ. ഇല്ല മോളെ, ഒന്നുമില്ലടാ. കൊടുക്ക് മോളെ, കുടിക്ക് മോനെ, കുടിക്കടാ. എന്താ മോനെ, എന്താടാ, എന്താ ഉണ്ടായെന്ന് പറ. അമ്മാവ, മുരളിയുടെയും ശ്വേതയുടെയും കല്യാണം നടക്കാൻ പോവാണ്. ആ രഹസ്യം ഞാൻ അറിഞ്ഞതുകൊണ്ട് അവരെന്നെ ഇതിനകത്ത് പിടിച്ച് കെട്ടിയിട്ടതാ. എന്താ ശങ്കര നീ പറയുന്നേ? ഇന്ന് അവിടെ നടക്കുന്ന മഹേഷിന്റെ കല്യാണമല്ലേ? അതൊക്കെ വെറുതെ നാട്ടുകാരുടെ മുമ്പിലാ. മുരളിയുടെ കല്യാണമാണെന്ന് അറിഞ്ഞാല് അമ്മാവ് എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കുന്ന കരുതി മഹേഷിന്റെ കല്യാണം മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് വെറുതെ പറഞ്ഞതാ. ഇത് മുരളി അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ് അമ്മാവ.
ക്ഷമിക്കണം അമ്മാവ. ഹ, ഞാൻ ഈ കാര്യം ഇന്നലെ തന്നെ അറിഞ്ഞിരുന്നു. ശ്വേത ചേച്ചി തന്നെയാ പറഞ്ഞത്. ഹ, അമ്മാവൻ കടുങ്കൈ വല്ലതും ചെയ്യുന്നുള്ള പേടി കൊണ്ടാ മുരളിയേട്ടൻ ഈ കാര്യം ആരോടും പറയണ്ടെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ടാ ഞാൻ അമ്മാവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. അയ്യോ അമ്മാവ, ഏ വിട്, അമ്മാവൻ പോട്ടെ. അങ്ങോട്ട് ചെല്ലുന്നതാ നല്ലത്. ആ കല്യാണം ഇന്ന് എങ്ങനെയെങ്കിലും നിർത്തണം. നീ ഒന്നും ചെയ്യണ്ട. ശങ്കരേട്ട എന്താ ഈ കാണിക്കുന്നത്? ഇപ്പൊ അമ്മാവനോട് സത്യം പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആഹാ, നിന്റെ ജീവിതം നശിക്കാതിരിക്കാനാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് നീ തന്നെ പ്രശ്നം ഉണ്ടാക്കല്ലേ. നിനക്ക് വട്ട സ്വന്തം ജീവിതം സ്വയം നശിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങി നടക്കുക. ഒരു കാര്യം പറഞ്ഞേക്കാം, ആ ശ്വേതയെ നീ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് നല്ലതല്ല. നീയും മുരളി അവളെ എന്തിനാണ് ഇങ്ങനെ വിശ്വസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലേ മുരളി? സമ്മതമാണ്. ശ്വേതേ, നിങ്ങൾക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലേ? സമ്മതാണ്. മോളെ മണിക്കുട്ടി, മണിക്കുട്ടി, ചേട്ടൻ വിഷം കുടിച്ചിരിക്കുക. ഒന്ന് വേഗം വാ. ശങ്കരേട്ട, ഇങ്ങനെയൊക്കെ നടക്കുന്നുള്ള പേടിയുള്ളത് കൊണ്ടാ ഞാനൊന്നും പറയാതിരുന്നേ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യും ശങ്കരേട്ട? ഒന്നുമില്ല, നീ വന്നേ, നമുക്ക് നോക്കാം. വേഗം നടക്ക്. അമ്മാവ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? എന്താ അമ്മാവ ഇത്? അമ്മാവ അടുത്തേക്ക് വരരുത്. ഞാൻ എന്റെ കഴുത്ത് ഇപ്പൊ തന്നെ വെട്ടും. മുരളി എനിക്ക് ഇവിടെ വെച്ച് കാണണം. എന്താ അമ്മാവ ഇത്? ഒന്നും ചെയ്യല്ല അമ്മാവ, നമുക്ക് ആശുപത്രി പോകാം. അടുത്തേക്ക് വരണ്ട. വിളിക്കവനെ. വിളിച്ച് മുരളിയോട് എത്രയും വേഗം ഇങ്ങോട്ട് വരാൻ പറ. ചേട്ടാ ഫോൺ ചെയ്യാനല്ലേ പറഞ്ഞേ? വിളിക്കേണ്ട. വേഗം ഫോൺ വിളിക്ക്. ഇനി ഒപ്പിട്ടു. മുരളി, നീ അതിൽ ഒപ്പിടും മോനെ. ആ ശരി ചേട്ടേ, ഒരു മിനിറ്റ്. ഹലോ. ശരി, ഞാനിപ്പോ തന്നെ വരാം. അച്ഛൻ ക്ഷേത്രത്തിൽ വെച്ച് വിഷം കുടിച്ചു.
അമ്മാവ പറയുന്നൊന്നും മനസ്സിലാക്ക ആശുപത്രി പോവാ. ഞാനൊന്നും പറയാതിരുന്നത് എന്റെ തെറ്റ് തന്നെയാ. എന്നും പറഞ്ഞ് ചെയ്തത് ഇത്തിരി കൂടി പോയില്ലേ? ഞാൻ പറയുന്നത് കേക്ക്, നമുക്ക് ആശുപത്രി പോവാം അമ്മാവ. അമ്മാവനില്ലാതെ ആരുമില്ല എന്നെ സഹായിക്കാൻ. അയ്യോ ചോര. അമ്മാവ അമ്മാവൻ എന്തായി കാണിക്കുന്നേ? അയ്യോ അയ്യോ അടുത്തേക്ക് വരരുത്. എന്റെ കഴുത്ത് മുറിക്കും ഞാൻ. ചേട്ടാ ചേട്ടാ ഒന്ന് പറ. ഇവിടെ വരാതെ അനങ്ങില്ല ഞാൻ. അമ്മാവ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല. മുരളി ഇപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നൊന്ന് കേക്ക്, എത്രയും പെട്ടെന്ന് ആശുപത്രി പോവാം. എന്റെ മുരളി എന്നെ ചതിച്ചില്ലേ? ഇനി ആരെയും വിശ്വസിക്കില്ല ഞാൻ. ഈശ്വരാ. മുരളി അമ്മാവ ദേ കണ്ടോ, ദാ മുരളി എത്തി. ഇനിയെങ്കിലും വാശി പിടിക്കാതെ വാ, ആശുപത്രി പോകാം. അമ്മാവ മുരളി എത്തി, ദാ അങ്ങോട്ടൊന്ന് നോക്ക്. എന്താ അച്ഛനെ കാണിക്കുന്നത്? എന്തിനാ അച്ഛൻ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇത് ഞാൻ എങ്ങനെ സഹിക്കുമെന്ന് അച്ഛൻ വിചാരിച്ചേ? അച്ഛൻ വാ, നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. എന്റെ അടുത്തേക്ക് വരരുത്. നിന്റെ അച്ഛനെ ചതിച്ചിട്ട് നീ അവളെ കെട്ടാൻ പോവല്ലേ? ഞാൻ ഇപ്പൊ തന്നെ നിന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ കഴുത്തറുത്ത് ചാവുന്ന കാണണോ നിനക്ക്? അച്ഛ വാശി പിടിക്കല്ലേ. അച്ഛൻ ഇപ്പൊ എന്താ വേണ്ടത് അത് പറ, ഞാൻ അതങ്ങ് ചെയ്തു തരാം. എന്തിനാ എന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നേ? ഞാനാണോ നാണം കെടുത്തുന്നേ, അതോ നിങ്ങൾ എന്നെയാണോ? നിന്റെ കല്യാണം കഴിഞ്ഞോടാ? ഇല്ല അച്ഛാ, കല്യാണം നടന്നില്ല. സത്യമായിട്ടും നടന്നിട്ടില്ല. അയ്യോ അച്ഛാ, അമ്മാവ അച്ഛ വെറുതെ വാശി പിടിക്കല്ലേ. വാ അച്ഛാ, ആശുപത്രിയിലേക്ക് പോവാം. അടുത്തേക്ക് വരരുത്. അച്ഛൻ ഇപ്പൊ അങ്ങോട്ട് പോണ്ട, ഇവിടെ നിൽക്കും. എനിക്കെന്താ വേണ്ടതെന്ന് ചോദിച്ചില്ലേ? ഇനി ഞാൻ നിനക്കത് പറഞ്ഞുതരാം. മരിക്കാനായി വിഷം കുടിച്ച് മരണത്തെ മുഖാമുഖം കണ്ടോളൂ എന്ന് പറയാ. നിന്റെ ചിറ്റ ഒരു ദ്രോഹിയാ. അവളുടെ ലക്ഷ്യം മുഴുവനും നമ്മുടെ സ്വത്താ. അങ്ങനെയൊന്നും ഇല്ല അച്ഛാ. നിന്റെ മുമ്പിൽ നാടകം കളിക്കുക അവള്. അത് വിശ്വസിക്കാൻ നീയും. നീ പൗർണമിയെ കല്യാണം കഴിച്ച അവൾക്കുള്ള ഈശ്വരാനുഗ്രഹം കൊണ്ട് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നറിയാം. ആ ഭയം കൊണ്ടാ ശ്വേതയെ നിന്നെ കൊണ്ട് കെട്ടിക്കാൻ അവള് പ്ലാൻ ചെയ്യുന്നേ. അതറിയാതെ നീ അവളുടെ കയ്യിലെ കളിപ്പാവയായി നിന്നു കൊടുക്കുക. ദൈവത്തെ ഓർത്ത് നീ എന്റെ അവസ്ഥയിലാവരുത് മുരളി. അവള് നിന്റെ സ്വത്ത് തട്ടിയെടുത്തിട്ട് നിന്നെ ഒഴിവാക്കിയ കുഴപ്പമില്ല. അവള് നിന്നെ കൊന്നുകളയും മുരളി. എനിക്ക് നിന്നെ വേണം മോനെ, എനിക്ക് നിന്നെ വേണോടാ. ഭഗവാനെ സാക്ഷിയാക്കി മാത്രമല്ല, മരണത്തെ സാക്ഷിയാക്കി കൂടി ഞാൻ പറയാ, ഈ താലിച്ചരട് പൗർണമിയുടെ കഴുത്തിൽ കെട്ടുമോനെ. നിനക്കെല്ലാം കൊണ്ട് ചേർന്നത് അവളാ. മോനെ മുരളി, അത് ചെയ്യരുത്. വാടക്കടി. നിന്റെ അഭിനയം ഒന്നും ഇനി വില പോവില്ല. മോനെ മുരളി, ധൈര്യമായിട്ട് കെട്ടറാ. അച്ഛാ എന്താ ഈ പറയുന്നേ? നീ കെട്ടുന്നോ ഇല്ലയോ? നീ കെട്ടിയില്ലെങ്കിൽ എന്റെ കഴുത്ത് മുറിക്കും ഞാൻ. ഇങ്ങനെ
വാശി പിടിക്കാതെ. മോനെ മുരളി, ധൈര്യമായിട്ട് കെട്ടറാ. അച്ഛാ, എന്താ ഈ പറയുന്നേ? നീ കെട്ടുന്നോ ഇല്ലയോ? നീ കെട്ടിയില്ലെങ്കിൽ എന്റെ കഴുത്ത് മുറിക്കും ഞാൻ. അച്ഛാ, ഇങ്ങനെ വാശി പിടിക്കാതെ. ശങ്കരേട്ടാ, വേണ്ട മുരളിയേട്ടാ, അത് വേണ്ട. എന്റെ വയറ്റിലന്ന് പരിക്കേറ്റതിന് ശേഷം എനിക്കിനി കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നെ കല്യാണം കഴിച്ച മുരളിയേട്ടനൊരു അനന്തരാവകാശം തരാൻ എനിക്ക് കഴിയില്ല. എനിക്കങ്ങനെ ഒരു കല്യാണം വേണ്ട. പരിക്കേറ്റതിന് ശേഷം എനിക്കിനി കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നെ കല്യാണം കഴിച്ച മുരളിയേട്ടനൊരു അനന്തരാവകാശം തരാൻ എനിക്ക് കഴിയില്ല. എനിക്കങ്ങനെ ഒരു കല്യാണം വേണ്ട. അച്ഛാ, അച്ഛാ. എന്തു പറ്റിയടാ മോനെ? കല്യാണം അവിടെ പകുതിയിൽ വെച്ച് നിർത്തിയിട്ട് ഇവിടെ വന്ന് നാടകം കളിക്കുക? ദേ സുഗുണ, നീ കൈയെടുക്ക്. ആദ്യം എനിക്ക് എൻ്റെ അച്ഛനെ ആശുപത്രി കൊണ്ടുപോകണം. ബാക്കിയൊക്കെ പിന്നീട് സംസാരിക്കാം. ഞങ്ങൾക്കുള്ള മറുപടി തന്നിട്ട് നീ അയാളുടെ അടുത്തേക്ക് പോയാൽ മതി. വെറുതെ കളിക്കരുത് സുഗുണ. എൻ്റെ അച്ഛൻ്റെ ജീവനാ പോയിക്കൊണ്ടിരിക്കുന്നേ. കല്യാണം എപ്പോ വേണമെങ്കിലും നടത്താം, പക്ഷെ ജീവൻ പോയാൽ തിരിച്ചു കിട്ടില്ല. ഇതിന് മാത്രമേ വിലയുള്ളൂ. ഞങ്ങളുടെ വീട്ടിലെ പെണ്ണിന്റെ വയറ്റിൽ വളരുന്നതോ അതും ഒരു ജീവൻ തന്നെയല്ലേ? രണ്ടാം വിവാഹം കഴിക്കുന്നവരുടെ ജീവിതമെല്ലാം ദേ ഇതുപോലെ എല്ലാവർക്കും ഒരു പാഠമായിരിക്കും, ഉറപ്പ്. ബന്ധുക്കൾ തമ്മിൽ ഇങ്ങനെ തല്ലുകൂടുന്നത് എന്തൊരു കഷ്ട. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇനി എന്നെ കൊണ്ട് പറയിക്കരുത് സുഗുണ.
ഇപ്പൊ നീ ഈ കൈയെടുത്തില്ലെങ്കിൽ ഇന്ന് നിന്റെ അവസാനമായിരിക്കും. ഇതൊക്കെ നിങ്ങൾ എല്ലാരും കൂടി പ്ലാൻ ചെയ്ത നാടകമല്ലടാ. നീ ഉത്തരം പറയാതെ ഇവിടുന്ന് അനങ്ങാൻ പോകുന്നില്ല.